ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രൗണിയാണ് നമ്മളിന്ന് ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ഓവനിലൊന്നും അല്ല ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ ഒരു ഗീവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് 1-2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ടയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ടിയായിട്ടുള്ള തൈര് എടുക്കാം. അതുപോലെ തന്നെ ഞാൻ ബ്രൗൺ ഷുഗർ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാൻ വിട്ടുപോകരുത്, ഞാൻ അവസാനമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ മിൽക്ക് കൂടെ ചേർത്തിട്ട് പിന്നെ ഞാൻ അല്പം ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 കപ്പ് അളവിൽ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. സാവധാനത്തിൽ ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. ഒരു 3-4 സ്റ്റെപ്പായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ആവശ്യമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അവസാനമാണ് വാനില എസൻസ് ചേർത്തത്. നിങ്ങൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ വാനില എസൻസ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഒരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് നമുക്കിത് ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ചിട്ട് അതിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി എയർ ബബിൾസ് ഒക്കെ കളഞ്ഞതിന് ശേഷം നല്ല അടിക്കട്ടിയുള്ള പാത്രത്തിലേക്ക് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഈ പാത്രത്തിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന്ന് ഇറക്കി വെച്ച് അടച്ചു വെച്ച് ഒരു 25 മുതൽ ഒരു 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് കൂടി ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പറിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കേക്ക് നന്നായിട്ട് ബേക്കായി വന്നു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തതോ ഇട്ട് കൊടുത്താലും കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്.